എല്ലാവർക്കും നമസ്തേ. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരനെ സഹായിക്കാനായി ചില നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് പലതും വളരെയേറെ വിചിത്രമാണ്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് അവർക്ക് ജോലിക്കും പഠനത്തിനും ഉള്ള ഒരു സംവരണം അടുത്ത കാലത്ത് ഏർപ്പെടുത്തിയിരുന്നു. അത് പാർലമെൻറ്റ് പാസ്സാക്കി കൊണ്ടുവന്നത്. ഞാൻ അതേക്കുറിച്ച് ഇന്ന് അതിനെക്കുറിച്ചൊന്ന് നോക്കി. അതിൻ്റെ മാനദണ്ഡം, കേരളത്തിലെ മാനദണ്ഡം നോക്കിയപ്പോൾ വളരെയേറെ വിചിത്രവും രസകരവുമാണ്. അതായത് അതിനുള്ള ഇത്തരം ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത്, സ്വന്തമായി നമ്മുടെ പേരിൽ ആരാണോ അപേക്ഷിക്കുന്നത് അവർക്ക് സ്വന്തമായി നമ്മുടെ പേരിലുള്ള സ്വത്തുവകകളെ കുറിച്ച് ഞാനൊന്ന് പറയാം. അതായത് ഒരാൾ EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, മുനിസിപ്പൽ പ്രദേശത്താണെന്നുണ്ടെങ്കിൽ 5 സെൻറ്റിന് താഴെ ഉള്ള വാസസ്ഥലമായിരിക്കണം. എന്നാൽ കോർപ്പറേഷനൊക്കെ ആയിരിക്കാം അവരുദ്ദേശിക്കുന്നത്. ഈ അങ്ങനത്തെ പോലുള്ള പ്രദേശത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 5 സെൻറ്റിന് താഴെ 2 സെൻറ്റൊക്കെ കാണാവും. അതേപോലെ 1000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഫ്ലാറ്റേ ഉണ്ടാകാൻ പാടുള്ളൂ. വീടിൻ്റെ കാര്യം മുമ്പേ പറഞ്ഞത്, അത് ഈ 2 സെൻറ്റിലും 5 സെൻറ്റിലും ഒക്കെയാണ്. 2 നിലയും 3 നിലയും വീടാണേലും കുഴപ്പമില്ല. പക്ഷേ 5 സെൻറ്റിന് മേളിൽ ആണെന്നുണ്ടെങ്കിൽ, ചെറ്റക്കുടിലാണെങ്കിൽ പോലും നമ്മൾ അതിന് അർഹരല്ല. അതേപോലെ തന്നെയാണ് കൃഷിസ്ഥലം. 5 ഏക്കറിൽ കൂടാൻ പാടില്ല. 1 ഏക്കറോ 2 ഏക്കറോ 3 ഏക്കറോ മുതൽ 5 ഏക്കർ വരെ നമ്മുടെ പേരിലുണ്ടാകാം. ഇതാണ് വളരെയേറെ രസകരവും വിചിത്രവുമായി നമ്മൾക്ക് തോന്നുന്നതല്ല, വിചിത്രവുമായ കാര്യമാണത്. അതായത് ഉദാഹരണത്തിന്, ഇപ്പോൾ എനിക്ക് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷേ എനിക്കൊരു ജോലിയില്ല, എനിക്ക് ജോലി ചെയ്യാൻ കഴിവില്ല. ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ ആ 10 സെൻറ്റ് സ്ഥലത്തെ ഒരു ചെറ്റക്കുടിൽ വെച്ച് ഞാൻ താമസിക്കുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു EWS സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ അപേക്ഷിച്ചാൽ എനിക്ക് കിട്ടുകയില്ല. കാരണം ഞാൻ ചെറ്റക്കുടിലാണെങ്കിലും എനിക്ക് 5 സെൻറ്റിന് മുകളിൽ സ്ഥലമുള്ളതിനാൽ എനിക്ക് EWS സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അതേസമയം എനിക്ക് ഇവിടെ ഉണ്ട് ഒരു 2.5 സെൻറ്റ് സ്ഥലം, അല്ലെന്നുണ്ടെങ്കിൽ 5 സെൻറ്റ് വരെയുള്ള സ്ഥലമാണ് ഉള്ളത്. എനിക്കവിടെ ഉള്ളത് ഒരു 3 നില വാസഗൃഹമാണ്, അല്ലെന്നുണ്ടെങ്കിൽ 2 നിലയാണ്, അല്ലെ 5 നിലയാണ്. എനിക്ക് ആ ഒരു വാസഗൃഹം ഉള്ളത് 5 സെൻറ്റിന് താഴെയാണെങ്കിൽ എനിക്ക് EWS സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ ആ രസം മനസ്സിലായിക്കോണം. 10 സെൻറ്റ് സ്ഥലം ഉള്ള ഒരാളിന് ആ ആളിൻ്റെ കഷ്ടകാലത്തിനായിരിക്കും അദ്ദേഹത്തിന് പൈതൃകമായിട്ടൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടിയത്. അതിനകത്ത് ഒരു ചെറ്റക്കുടിലാണ് ജീവിക്കുന്നത്, ജോലിയും കൂലിയും ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാളിന് EWS സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. പക്ഷേ 5 സെൻറ്റിന് താഴെ, 5 സെൻറ്റ് വരെയുള്ള പുരയിടത്തിൽ 2 നില ആയിട്ടുള്ള അല്ലെങ്കിൽ 3 നിലയുള്ള മണിമാളിക ഉണ്ടെങ്കിലും EWSന് അർഹനാണ്. അതേപോലെ തന്നെ കൃഷിസ്ഥലത്തിന് 5 ഏക്കർ വരെ നമുക്ക് കൃഷിസ്ഥലമുണ്ടെങ്കിലും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കും. നമ്മൾ താമസിക്കുന്നിടം 5 സെൻറ്റിന് താഴെ ആയിരിക്കണം. പക്ഷെ നമുക്ക് 5 ഏക്കർ വരെ കൃഷിസ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിത് ലഭിക്കും. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് നീതിയാണ്? ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാവപ്പെട്ടവനെ സഹായിക്കാൻ എന്നായിരിക്കണം. 5 ഏക്കർ ഭൂമിയുള്ള കൃഷിഭൂമിയുള്ള ഒരാളിന് 2.5 ഏക്കർ അല്ലെ 5 സെൻറ്റിന് താഴെയുള്ളതിനകത്ത് മണിമാളിക ഉണ്ടെങ്കിലും
അയാൾക്ക് EWS ലഭിക്കും. ഈ കൃഷി സ്ഥലത്തു നിന്ന് നല്ല വരുമാനം ഉണ്ടായിരിക്കും, കാർഷികോൽപ്പന്നങ്ങൾ വിറ്റും വരുമാനം ഉണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് സാമ്പത്തിക മാനദണ്ഡം പറയുന്നുണ്ട്, 8 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട്. ആ സാമ്പത്തിക നമ്മുടെ വരുമാനം ഈ 10 സെന്റ് സ്ഥലത്ത് കിടക്കുന്ന ജോലി ചെയ്യാനും കഴിവില്ലാത്തവൻ 1000 രൂപ പോലും സാമ്പത്തികം, അതായത് വരുമാനമില്ലാത്തവന്, അവന് ഈ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അയൽവാസിയുടെയോ ആ ഒരു സഹായത്താലായിരിക്കും അവൻ ആഹാരം കഴിക്കുന്നതല്ലേ അവൻ്റെ കുടുംബം പുലർത്തുന്നത്. അങ്ങനെ ഉള്ള ഒരാളിന് 5 സെന്റിന് മുകളിൽ വസ്തു ഉണ്ടായിപ്പോയി, അല്ലെ 6 സെന്റ് വസ്തു ഉണ്ടായിപ്പോയി, അതിനകത്തൊരു ചെറ്റക്കുടിൽ കെട്ടി താമസിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് ഇത് അർഹനല്ല, ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അർഹനല്ല എന്ന് പറയുന്നത് എത്രമാത്രം അനീതിയാണ്, എത്രമാത്രം അധാർമികമാണ്. ഇതിനെക്കുറിച്ച് ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒന്നും ചിന്തിക്കുകയായിട്ട് ഇതിന് പരിഹാരം കാണാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത, ദുഃഖകരമായ കാര്യം. ഈ ഒരു 10 സെന്റ് ഭൂമി അല്ലെ 6 സെന്റ് ഭൂമി നമുക്ക് പൈതൃകമായി കിട്ടുന്നത് നമ്മുടെ തെറ്റാണ്, നമ്മുടെ കുറ്റം കൊണ്ടാണ്. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരു വിഹിതം, ഒരു വീതമായിട്ട് നമുക്ക് ഇത്തരം തന്നു എന്ന് പറയുന്നത്, ലഭിച്ചു എന്ന് പറയുന്നത് നമ്മൾ കുറ്റമല്ല. ആയതിനാൽ ഇത്തരം അനീതിയും മാറ്റിയെടുക്കേണ്ടത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ്. അവർ അതിനുവേണ്ടി ശ്രമിക്കണം. നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ തക്കതായ മാറ്റം വരുത്തി പാവപ്പെട്ടവന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ട നടപടികളാണ് നമ്മുടെ കേരള സർക്കാർ സ്വീകരിക്കേണ്ടത്. അതിൽ ലക്ഷക്കണക്കായിട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക്, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത് ഏറെ ഗുണം ചെയ്യും, ഏറെ കുടുംബങ്ങളെ അത് രക്ഷിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമ്മുടെ സർക്കാർ അതിനുള്ള നടപടി സ്വീകരിക്കണം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.